ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മധുരമുള്ളതാണ്. നമ്മൾ ഇഫ്താറിനൊക്കെ എന്നും എരിവുള്ളത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മധുരം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ബനാനയും വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള റോളാണ്. ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ നെയ്യ്, ഒരു മുട്ട അടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം, 3/4 കപ്പ് പാല്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്ന് അതിലേക്ക് ഇനി 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് തെളിയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സിറപ്പൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്ങിലുള്ള മസാല റെഡിയായി. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് വലുതായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല വലിയൊരു ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കാം. കുറച്ച് വെള്ളത്തിൽ തന്നെ പരത്തി എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി കൊടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് വരും. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മുട്ട തടവി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ളി വിതറി കൊടുക്കാം. വിതറി കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ഓവൻ ഉള്ളവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒരു പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതിപ്പം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ പഴയ ചാനലുണ്ടായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.